നമസ്കാരം. കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ സമര ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു ഏടാണ് ആശാ വർക്കർമാരുടെ സമരം. ആ സമരം കേന്ദ്ര വിരുദ്ധമോ സംസ്ഥാന വിരുദ്ധമോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് ആശാ വർക്കർമാരുടെ ഒരു യഥാർത്ഥ കണ്ടീഷൻ, കേവലം ശരാശരി 6000-7000 രൂപ മാത്രം മാസം ഓണററിയുമായി ലഭിക്കുന്ന ഈ വിഭാഗം, അവരേത് പാർട്ടിക്കാരുമായിക്കൊള്ളട്ടെ, ഏത് പാർട്ടിയുടെ പിന്തുണക്കാരുമായിക്കൊള്ളട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ഒരു ആവശ്യമാണ് അവർക്കൊരു ശമ്പളമായി ഒരു തുക ലഭിക്കുക എന്നത്. അത് ഈ 6000 എന്ന് പറയുന്നത് നമുക്കറിയാം, തീർച്ചയായും വളരെ തുച്ഛമായ ഒരു തുകയാണ്. ഒരു 15,000 മുതൽ 25,000 രൂപ വരെയാണ് ഒരു ഈ വൃദ്ധജനങ്ങളെയും ഒക്കെ അസിസ്റ്റ് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന് ലഭിക്കുന്ന ഹോം നേഴ്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഒരു തുക, അത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ആരോഗ്യരംഗമാണ് കേരള മാതൃകയുടെ, കേരള മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന ഘടകം. ഈ ആരോഗ്യമേഖല ഒരു വലിയ നിലയിൽ എത്തി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം ഗ്രാസ് റൂട്ട് ലെവലിൽ ആശാ വർക്കർമാർ നടത്തുന്ന ഉഗ്രമായ ഒരു വർക്കാണ്. ഒരു നാരായ വേരുകൾ പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആശാവർക്കർ ഒരു പ്രസവമുണ്ടായാൽ, അതുമാത്രമല്ല കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എന്ന് വേണ്ട എല്ലാം തന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ലോക്കൽ ഹോസ്പിറ്റൽസ്, ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് വലിയൊരു നെറ്റ്വർക്കാണ്. ഒരു 20,000-ഓളം പേരായിരിക്കാം ഇങ്ങനെ ഓണറേറിയം വാങ്ങുന്ന ആളുകൾ. ഇന്ത്യ ഒട്ടുക്ക് 10 ലക്ഷം പേരാണ് ഈ രംഗത്തുള്ളത്. പല സംസ്ഥാനങ്ങളിലും ഓണറേറിയം പല രൂപത്തിലാണ്, അതിനൊരു ഏകീകൃത സ്വഭാവമില്ല. പക്ഷേ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കണക്കിൽ ആണ് ഇതിനു വേണ്ടിയുള്ള ഒരു കേന്ദ്ര വിഹിതം അലോട്ട് ചെയ്യുന്നത്. അത് പൊതുവെ പറയപ്പെടുന്നത് ഒരു 60% തുക എത്തുന്നത് കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. ഒരു 40% സംസ്ഥാനത്തിൻ്റെ വിഹിതം. അതൊക്കെ ഏറിയും കുറഞ്ഞും ഇരിക്കാം. പക്ഷേ ഈ തുക ഓണറേറിയമായി ആശാ വർക്കർമാർക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ആ ഒരു ഓണറേറിയം നിശ്ചയിക്കാനുള്ള, അതിൻ്റെ തുക നിശ്ചയിക്കാനുള്ള ചുമതലയും സംസ്ഥാന സർക്കാരിനാണ്, ആരോഗ്യമന്ത്രിക്കാണ്, ആരോഗ്യവകുപ്പിനാണ്. പക്ഷേ ഈ വിഷയം ആരോഗ്യമന്ത്രി കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന വിമർശനം പാർട്ടിയുടെ 24ാം കോൺഗ്രസ്സിന് മുന്നോടിയായി കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചില പ്രതിനിധികൾ ഉന്നയിക്കുകയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അത് പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ഈ മുളയിലെ ഞുള്ളാമായിരുന്നൊരു വിഷയം വളർന്നു പന്തലിച്ച് അത് ഇന്ത്യൻ പാർലമെൻറ്റ് വരെ എത്തുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ടേൺ പാർലമെൻറ്റിൽ ഈ വിഷയം എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായ ചില സംസാരങ്ങൾ ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചോദ്യത്തിന് ഉത്തരമായി ആരോഗ്യമന്ത്രി JP നഡ്ഡ, BJP നേതാവ് കൂടിയാണല്ലോ, JP നഡ്ഡയുടെ പ്രതികരണം വന്നിരിക്കുന്നു. കേരളത്തിന് കൊടുക്കാനുള്ള ആശാ വർക്കർമാരുടെ ശമ്പള ഇനത്തിൽ അല്ലെങ്കിൽ ഓണറേറിയമായി കൊടുക്കാനുള്ള തുകയുടെ ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്രം പിടിച്ചു വച്ചിട്ടില്ല. പൂർണ്ണമായും അത് നൽകിയിരിക്കുന്നു. പക്ഷേ കേരളം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഫണ്ടുകൾ എങ്ങനെയാണ് വകമാറ്റി ചെലവഴിച്ചോ അല്ല അതിനുവേണ്ടി ഏത് പർപ്പസിനാണോ നൽകിയത് അതിനുവേണ്ടി ചെലവഴിച്ചോ എന്നതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഇതുവരെ തയ്യാറായില്ല എന്ന് കേന്ദ്രം ആരോപിക്കുന്നു, JP നഡ്ഡ ആരോപിക്കുന്നു. അതേസമയം ഇവിടുത്തെ സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറയുന്നത് 634 കോടി രൂപയുടെയെങ്കിലും ഒരു കുറവുണ്ട്. കേന്ദ്രം പല സമയങ്ങളിലായി തരാനുള്ളതിൻ്റെ ഒരു കുറവാണ്, ആരോഗ്യമേഖലയ്ക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റിൽ വന്ന കുറവാണ്. അതിൽ ഒരു തുക പോലും ഇപ്പോൾ തന്നിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ സമയബന്ധിതമായി കണക്കുകൾ കൃത്യമായി കൊടുത്തിട്ടുമുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന ഡിഫൻസ്. ഇവരിൽ ആരോ ഒരാൾ അർത്ഥസത്യം അല്ലെങ്കിൽ കള്ളം പറയുന്നു എന്നാണ് അർത്ഥം. ഒന്നുകിൽ JP നഡ്ഡ കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ ശ്രീമതി വീണ ജോർജ് കള്ളം പറയുകയാണ്. സത്യവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് എന്തായാലും ഉണ്ടായത്. അല്ലെങ്കിൽ രണ്ടുപേരും പറയുന്നതിനകത്ത് അർത്ഥസത്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനിടയിലാണ് നമ്മുടെ നിത്യ ഹരിത നായകൻ ശ്രീ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം. സുരേഷ് ഗോപി എന്തിനും ഏതിനും ഒരു സുരേഷ് ഗോപി ടച്ച് ഉണ്ടാകും. കാരണം അദ്ദേഹം കേവലം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് മാത്രമല്ല, പൊളിറ്റീഷ്യൻ കൂടിയാണ്, സിനിമാ താരമാണ്, എല്ലാമാണ്. അദ്ദേഹം ഒരുപാട് ഈ വിഷയത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമുള്ള ക്ലെയിമുമായി വരികയാണ്. അതിൽ സ്വല്പം കാര്യമുണ്ട് താനും. സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റ് നടയിൽ ഇപ്പോൾ നിരാഹാരമിരിക്കുന്ന, സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ഇടയിലേക്ക് നാടകീയമായി പ്രത്യക്ഷപ്പെടുകയും
ആറ്റുകാൽ പൊങ്കാല ഇടാനായി ഭാര്യ രാധികയോടൊപ്പം എത്തിയതാണ് എന്ന മുഖവരിയോടെ ഇവരോട് സംസാരിക്കുകയും പിറ്റേന്നത്തെ, അതായത് പൊങ്കാല നടക്കുന്ന ദിവസത്തേക്കുള്ള കിറ്റുകൾ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ പൊങ്കാല ഇട്ട് പ്രതിഷേധിക്കുന്നു. അപ്പോൾ പൊങ്കാല കിറ്റുകൾ പൂർണ്ണമായി സ്പോൺസേർഡ് ബൈ മിസ്റ്റർ സുരേഷ് ഗോപി. അതൊക്കെ ഒരു PR വർക്കിൻ്റെ ഭാഗമായി വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി വേണമെങ്കിൽ കൂട്ടാം, അതെങ്ങനെയെങ്കിലും ആകാം. പക്ഷേ താൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായും സംസാരിച്ച വിഷയം ആണ് ആരോഗ്യമന്ത്രി JP നഡ്ഡ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ പറഞ്ഞത്. വ്യക്തമായ ഉറപ്പുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 2000 രൂപയാണ് ഇൻസെൻറ്റീവ് എന്ന ഗണത്തിൽ കേന്ദ്രം നൽകുന്നത്. അത് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആയി എന്നും വർദ്ധിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് JP നഡ്ഡയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ വർദ്ധിപ്പിച്ചു എങ്കിൽ അത് കൊടുക്കാനായി സംസ്ഥാനം തയ്യാറാകണമല്ലോ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മേൽ പൂർണ്ണമായി പഴിചാരുന്ന രീതിയിൽ ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന വന്നു. അപ്പോൾ ക്യാമറ കണ്ണുകൾക്ക് എപ്പോഴും സുരേഷ് ഗോപി ഒരു ഹരം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും അത് വൈറലാകുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലും ഒരു സുരേഷ് ഗോപി ടച്ച് വന്നിരിക്കുന്നു. ഇനിയാണ് എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കീറാമുട്ടിയായി മാറുന്നു എന്നതിനെക്കുറിച്ച് ഒരു വിശകലനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്തുകൊണ്ട് ഈ സ്റ്റെയിൽമേറ്റ് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകൂ. അതിന് പരിഹാര മാർഗ്ഗങ്ങളാണല്ലോ ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇന്നതാണ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച അർദ്ധോക്തിയിൽ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇതാരാണ് സമരം ചെയ്യുന്നത്? സമരം ചെയ്യുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അത് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും പെടുന്ന ആളുകളുണ്ട്, പിന്തുണക്കാരുണ്ട്. അതിനൊരു സ്വതന്ത്ര സ്വഭാവമാണ് ഉള്ളത്. പക്ഷേ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുണ്ട്, തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട്, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് വിങ്ങുകളുണ്ട്. CITU എന്ന ശക്തമായ പ്രസ്ഥാനം, CPMൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ പോഷക സംഘടന. INTUC ഉണ്ട്, ഈ കോൺഗ്രസിൻ്റെ തൊഴിലാളി പോഷക സംഘടന. UTUC ഉണ്ട്, RSPയുടേത്. AITUC ഉണ്ട്, CPIയുടേത്. BMS ഉണ്ട്, BJPയുടേത്. ഇവരൊന്നും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കാണുന്നില്ല. അതിനുള്ള പ്രധാന കാരണമായി ഒരുപക്ഷെ CPM എങ്കിലും പറയുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയം SUCI ഉൾപ്പെടെയുള്ള റാഡിക്കൽ ലെഫ്റ്റ് വിങ് പാർട്ടീസ് അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഈ സമരം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അവരെയാണ് ബക്കറ്റ് പിരിവുകാർ എന്ന് പറഞ്ഞുകൊണ്ട് CPM ആക്ഷേപിക്കുന്നത്. ബക്കറ്റ് പിരിവ് എന്ന് പറയുന്നത് SUCIയുടെ മാത്രമല്ല, CPMൻ്റെയും ഒരു പോളിസി തന്നെ ആയിരുന്നു ദീർഘകാലമായി. ബക്കറ്റ് പിരിവുകൾ എന്നത് നമുക്കെല്ലാം പരിചിതമായ കാര്യമാണ്. ഒരു പാർട്ടി സമ്മേളനത്തിനാകട്ടെ, മറ്റു പല കാര്യങ്ങൾക്കാകട്ടെ, ലോക്കൽ മീറ്റിങ്ങുകൾക്കാകട്ടെ, ഒരു പ്രത്യേക പർപ്പസിനാകട്ടെ, ബക്കറ്റ് പിരിവുമായി ഇറങ്ങുന്ന പാർട്ടി സഖാക്കളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളതാണ് തെരുവുകളിൽ. പക്ഷേ SUCIയുടെ നേതാവ് മിനി ഈ സമരപ്പന്തലിൽ ഒരു മുഖമായി വരുമ്പോൾ ഇത് SUCIയുടെ ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തുച്ഛീകരിച്ച് എല്ലാ ഹെൽത്ത് വർക്കേഴ്സിനെയും പ്രതിനിധീകരിക്കുന്ന സംഘടനയല്ല. ഏതാനും 100-150 പേര് സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം ഇരുന്നാൽ ആശാ വർക്കർമാരുടെ മുഴുവൻ പ്രതിനിധികളായി അവർ വരുന്നില്ല എന്ന നിലപാടാണ് ഭരണകക്ഷിയായ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ പന്ത് CPMൻ്റെ കോർട്ടിൽ തന്നെയാണ്. കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തു, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ ടു ഡിസ്പേഴ്സ് ദ മണി, അല്ലെങ്കിൽ ഓണറേറിയം ഉൾപ്പെടെ കൂട്ടിക്കൊടുക്കാവുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ 60% മൊത്തത്തിലുള്ളതിൻ്റെ, അത് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൻ്റെയുള്ള അലോട്ട്മെൻറ്റിൻ്റെ 60% കേന്ദ്രത്തിൽ നിന്ന് വരുന്നു എന്നാണ് ഒരു കണക്ക്, ഏകദേശ കണക്ക്. അപ്പോൾ ഈ 40% മാത്രം കൊടുക്കുന്ന സംസ്ഥാനം പോളിസി രൂപീകരിക്കുകയും ആത്യന്തികമായി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനം എടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ പന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിൽ തന്നെയാണ്. ആരോഗ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയമുന്നയിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പൂർണ്ണമായും കേന്ദ്രം കൊണ്ടുപോകും. അതിനായി സുരേഷ് ഗോപി ആക്റ്റീവായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതൊരു വലിയ PR വർക്ക് കൂടിയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അതാണ് ഉടനെ നടക്കേണ്ടത്. പിന്നീട് ഉള്ള ഒരു വർഷത്തിന് ശേഷം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്. തുടർ ഭരണം ആഗ്രഹിക്കുന്ന CPM അതിൻ്റെ പാർട്ടി കോൺഗ്രസിലെയും പ്രധാന പ്രമേയമെന്ന് പറയുന്നത് നയവ്യതിയാനത്തിലൂടെ സ്വകാര്യ മൂലധനം പരമാവധി സമാഹരിക്കുക വഴി മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുക വഴി തുടർ ഭരണത്തിലേക്കുള്ള പുതിയ പന്ഥാവുകൾ ഒരുക്കുന്ന തിരക്കിലാണ് CPI മാർക്സിസ്റ്റ്. അങ്ങനെയെങ്കിൽ
അടിസ്ഥാന വിഭാഗങ്ങളായ ആശാ വർക്കർമാർ കേവലം 6,000 രൂപ 7,000 രൂപ മാത്രം ശമ്പളം വാങ്ങുന്ന, അല്ലെങ്കിൽ ഓണററിയും വാങ്ങുന്ന ആളുകളുടെ കണ്ണീര്, ആശയറ്റ ജീവിതങ്ങൾ, നിരാശയിലാണ്ടു പോകുന്ന ജീവിതങ്ങൾ, അവരെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തുരുത്തുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങളുണ്ട് എന്ന് BJP പറയുമ്പോൾ അതിന് നാനാർത്ഥങ്ങളാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഡാമേജ് കൺട്രോളിന് സമയമായി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ പ്രസ്താവന സാഹിത്യത്തിന് പുറമെ തങ്ങൾക്ക് എന്താണ്, തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ പറയാനുള്ള സമയവുമായി. അതുകൊണ്ട് ആശാ വർക്കർമാർ ഇനിയും അധികം കാലം സെക്രട്ടേറിയറ്റ് നടയിൽ അവരെ നിലനിർത്തുന്നത് ശരിയല്ല എന്ന് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അഭിപ്രായമുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ JP നഡ്ഡയുടെ പ്രഖ്യാപനം ഒരുപക്ഷെ വഴിമരുന്നാകും, കാറ്റലിസ്റ്റാകും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.